അല്ല വിമലെ, നാളെ കല്യാണത്തിന് പോണ്ടേ? ആ, നാളെയാ കല്യാണം. നാളെ ഇപ്പൊ രാവിലെ ഇവിടുന്ന് പുറപ്പെടണം, എന്നാലേ അവിടെ എത്തുള്ളൂ. തലേ ദിവസം നമ്മളെ വിളിച്ചിട്ടില്ല, അത് തന്നെ ഭാഗ്യം. ഇജെന്താ വാങ്ങിയത് ഉടുക്കാന്? സാരിയോ ചുരിദാറോ? പുതിയ സാരി ഒന്നും എടുത്തില്ല. എനിക്ക് പിന്നെ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, ഉള്ളതൊക്കെ ഇട്ടുകൊണ്ട് പോവാന്ന് വിചാരിച്ചു. കല്യാണത്തിന് വേണ്ടി ഒന്നും ഞാൻ വാങ്ങിയില്ല. എന്തുണ്ട്? ഇജ് ഇതുവരെ ഒരു നിറമുള്ള തുണി എടുത്തിട്ട് ഞമ്മള് കണ്ടിട്ടില്ല. ഏ ഒരു കൊണോ മണോ ഇല്ലാത്ത എല്ലാ സ്ഥലത്തും എടുത്തിട്ട് പോകും. അതൊക്കൊരു ഡ്രസ്സ് എന്തെങ്കിലും എടുത്തൂടെ? ഒരു നാലാളെ മുമ്പിൽ പോകുന്നതല്ലേ? എന്തിനാ ഇങ്ങനെ പിശുക്കണത്? പിശുക്കൊന്നും അല്ല സുഹൃത്താ. മൂന്ന് പിള്ളേർക്ക് ഡ്രസ്സ് എടുത്ത് വന്നപ്പോ തന്നെ 4000 രൂപയുടെ അടുത്തായി. അവർക്ക് പിന്നെ നല്ലത് വേണം. പിന്നെ ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രസ്സ് എടുക്കാതെ പോകാൻ പറ്റുമോ? ചേട്ടന്റെ വീട്ടുകാരുടെ കല്യാണമല്ലേ. അപ്പം മുമ്പ് അറിയാവുന്നവരും പഴയ പരിചയക്കാരും ഒക്കെ വരും. അതുകൊണ്ട് ചേട്ടനൊരു നല്ല തുണി ഇല്ലാതെ എങ്ങനെയാ? അപ്പൊ ചേട്ടൻ തുണി എടുത്ത് വന്നപ്പോഴത്തേക്ക് പൈസ പിന്നെ ആരോടോ കടം മേടിക്കേണ്ടി വന്നു. അതാ പിന്നെ ഞാൻ തുണിയൊന്നും എടുക്കാതിരുന്നേ. കായ് ഇല്ലെങ്കിൽ അനക്ക് എന്നോട് ചോദിച്ചൂടെ? ഞാൻ തരൂലേ? നമ്മളെന്നാ അങ്ങനെ നീ കണ്ടിട്ടില്ലത് നമ്മളെ? അനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചോദിച്ചൂടെ? എന്നെ തികയാത്തത് നമ്മൾ തരൂലേ? കൊള്ളാം. കടം മേടിച്ച് പുതിയ ഡ്രസ്സ് വിട്ട് കല്യാണത്തിന് പോകാനോ? ഒന്ന് പോയ സുഹൃത്താ. എല്ലപ്പാ, ഇജൊന്നും കഴിച്ചിട്ടില്ല. നിന്റെ വയറ്റിന്നല്ലേ മൂളില കേൾക്കുന്നത്? നേരം വെളുത്തൊരു സമയം ഉച്ചയാവാനായല്ലോ. പിള്ളേര് 3 പേര് സ്കൂളിൽ പോയി കഴിഞ്ഞപാട് ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചതാ. നോക്കുമ്പോ തൊഴുത്തിൽ നിന്നിട്ട് പശു ആടും എല്ലാം കരഞ്ഞു വിളിക്കാൻ തുടങ്ങി. ഇന്നലെ പുല്ല് മുറിച്ചിട്ട് കൊടുത്തതേ അവർക്ക് തികഞ്ഞിട്ടില്ല. ആടാണെങ്കിൽ പ്രസവിക്കാറായിട്ടുമുണ്ട്. പിന്നെ അതുകൊണ്ട് അതുങ്ങൾക്ക് പുല്ല് മുറിച്ചിടാൻ പോയി, വെള്ളം കൊടുക്കാൻ പോയി. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് സമയം ഇത്രയായി. പിന്നെ ചേട്ടൻ ഉച്ചയ്ക്ക് ചോറിനാൻ വരുമല്ലോ, അപ്പൊ എന്തെങ്കിലും കറിക്കാക്കണ്ടേ. അങ്ങനെയൊക്കെ ഇത്രയും സമയമായി. വയറ്റിലൊന്നും ഇല്ലാത്തതുകൊണ്ടാ സൗണ്ട് കേൾക്കുന്ന വയറ്റിന്ന്. എനിക്ക് എപ്പോഴും അങ്ങനെയാ. അതെങ്ങനെയാ? 14 ആടുണ്ട്, 5 പശുവുണ്ട്. ഇജ്ജ് എങ്ങനെയാ ഒറ്റയ്ക്ക് ഇതിനെല്ലാം ഓടി നടന്നിട്ട് ഇങ്ങനെ നോക്കണത്? പറ്റൂലാത്തിന് വിൽക്കാൻ നോക്ക്. ആകുന്ന നോക്കിയാ പോരെ? നീ വീണ് പോവും നീ. എന്തിനാ സുഹൃത്തെ, എനിക്ക് ആരോഗ്യം ഉണ്ടല്ലോ. ഇപ്പം ആരോഗ്യം ഉള്ളപ്പോഴല്ലേ നമുക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ. മൂത്ത മോൾ അടുത്ത പോലെ നേഴ്സിംഗിന് പോകണമെന്ന് പറഞ്ഞിരിക്കുക. ഒരു കൊച്ചിന് നേഴ്സിംഗ് പഠിപ്പിക്കണമെങ്കിൽ ഇപ്പൊ 12 ലക്ഷം രൂപയ്ക്ക് അങ്ങോട്ട് മുകളിൽ വേണ്ടേ. ഇതൊക്കെ ചേട്ടന് ഒറ്റയ്ക്ക് പണിയെടുത്ത് ഉണ്ടാക്കാൻ പറ്റുമോ? പിന്നെ അത് മാത്രമല്ല, ഇത്താ പുറകെ പുറകെ 2 പേരും വളർന്നു വരുമല്ലേ. അവരെയൊക്കെ പഠിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യും? പിള്ളേർ ഇന്നത്തെ കാലത്ത് പഠിപ്പിക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാനും കൂടെ കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. എനിക്ക് ഇങ്ങനെയൊക്കെയല്ലേ ചേട്ടനെ സഹായിക്കാൻ പറ്റുള്ളൂ. വിദ്യാഭ്യാസവും ഇല്ല, പുറത്തോട്ട് ജോലിക്ക് പോകാൻ പറ്റുമില്ല. അതുകൊണ്ടിട്ട് ഞാൻ പിന്നെ അതുങ്ങളെ വളർത്തുന്നത്. എന്നോട് വർത്താനം പറയാ എനക്ക് കഴിയൂല എന്റെ വിമലേ, ഞാൻ പോകുന്നേ. ഓ, എന്നാലും എന്റെ അമ്മ കല്യാണത്തിനെടുത്ത സാരി, ശോ, മൂളിയാന്റെയും സുധാമ്മായും ഒക്കെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു എന്ത് പഴഞ്ച സാരിയാന്ന്. അതെങ്ങനെയാ അമ്മ ഒരു ഡ്രസ്സ് എടുത്തിട്ട് എനിക്ക് തോന്നുന്ന ഏതോ കൊല്ലത്ത് എങ്ങാണ്ട് എടുത്തതാണ്. അങ്ങ് നാണക്കേടായിപ്പോയി. കുഞ്ഞുമോളായിരുന്നെങ്കിൽ ഇത് എന്റെ അമ്മയേ അല്ല എന്ന രീതിയിൽ അങ്ങോട്ട് മാറി നിൽക്കുമായിരുന്നു. ഞങ്ങൾക്കൊക്കെ നാണക്കേടായിപ്പോയി. ഇതിനു ഭേദം അമ്മ കല്യാണത്തിന് വരാതിരിക്കുന്നതായിരുന്നു. ശോ. എടീ, കല്യാണത്തിന് പോകുമ്പോ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തന്നെ പോണമെന്നൊന്നും ഇല്ലല്ലോ. നിങ്ങൾ ചെറുപ്പക്കാരൊക്കെ നല്ല അടിപൊളിയായിട്ട് പോയില്ലേ, അത് മതി. അമ്മയൊക്കെ എങ്ങനെ പോയാലും ഇപ്പൊ ആര് നോക്കാനാ? അമ്മേനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ആന്റി വന്ന് വിളിച്ചില്ലല്ലോ. ആന്റി ഓരോരുത്തരെയും എണ്ണി പറക്കി മണ്ഡപത്തിൽ നിർത്തി ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അമ്മേനെ കണ്ടിട്ട് കണ്ട ഭാവം പോലും ആന്റി ഭാവിച്ചില്ലല്ലോ. ആന്റിയുടെ മോളെ അത്രയും വലിയ വീട്ടിലേക്കാണ് കെട്ടിച്ചു വിടുന്നത്. ചെറുക്കനാണെങ്കിൽ അമേരിക്കയിൽ എഞ്ചിനീയറാ. അവിടെ നിന്ന് ആൾക്കാരെയൊക്കെ കണ്ടോ? ചെറുക്കന്റെ ആൾക്കാരെയൊക്കെ കണ്ടോ? ഷോ, എന്തൊരു നല്ല ആൾക്കാരാ. നല്ല ഉരുളക്കിഴങ്ങിന്റെ തൊലി പൊളിച്ച പോലെ നല്ല വെളുവിളാ വെളുത്ത്. ഷോ, ചുണ്ടലൊക്കെ തേച്ചേക്കുന്ന ലിപ്സ്റ്റിക് ഒക്കെ കാണാൻ എന്തൊരു ഭംഗിയാ. അത്ര റിച്ച് ആയ ആൾക്കാരുടെ ഇടയിലോട്ടാണ് അമ്മ ഈ അഴുക്ക സാരി ഉടുത്ത് പോയത്. പിന്നെ എങ്ങനെ അമ്മേനെ മണ്ഡപത്തിലോട്ട് കയറ്റി നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തു? അമ്മയുടെ ഗതി എന്റെ മക്കൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഇങ്ങനെ ജീവിക്കുന്നത്. മനസ്സിലായോ? അമ്മയ്ക്ക് അതിൽ ഒരു നാണക്കേടും ഇല്ല. ഓ, പിന്നെ ഞാനേ ചേച്ചിയുടെ വീട്ടില് 2 ദിവസം നിക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ വന്നതാ. അപ്പൊ ഞാൻ പറഞ്ഞു നിന്നെ ഒന്ന് വന്ന് കണ്ടിട്ട് വരാന്ന്. മുമ്പൊക്കെ വരുമ്പോഴത്തേക്ക് നിനക്ക് എപ്പോഴും തിരക്കല്ലേ, പിള്ളേരെ പഠിപ്പിക്കണം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി നടക്കുവല്ലേ. ട്യൂഷന് കൊണ്ടുപോകുന്നു ഒന്നും പറയണ്ട. ഇപ്പൊ നേരെ സ്വസ്ഥമായിട്ട് ഇരിക്കുവല്ലേ, അപ്പൊ ഒന്ന് കുറച്ചു നേരം സംസാരിച്ചിരിക്കാന്ന് ഓർത്ത് വന്നതാ. മക്കള് 3 പേരും ഏതായാലും നിന്റെ കഷ്ടപ്പാട് പോലെ തന്നെ 3 പേരും നല്ല ജോലിക്കാരായില്ലേ. 3 പേരും ജോലിക്കാരായി. കുഞ്ഞുമോളുടെ കൊച്ചിന് ഇന്നലെ 1 വയസ്സ് പൂർത്തിയായി. അവള് കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ ഒപ്പം ലണ്ടനിലേക്ക് പോയതാ. പിന്നെ വന്നിട്ടില്ലല്ലോ. കൊച്ചിനെ ഒന്ന് കാണാൻ പോലും പറ്റിയിട്ടില്ല. 1 വയസ്സായേ ഇന്നലെ. മൂത്ത മോളോ? അവളിപ്പോ എവിടെയാ? അവള് നേഴ്സല്ലേ? ആ, അവള് ജർമ്മനിയിലാ. പിന്നെ 2 പിള്ളേരായി അവക്ക്. 2 പിള്ളേരും ഉണ്ട്. അപ്പം മൂത്ത കൊച്ചിനെ പ്രസവിച്ച് കിടക്കുമ്പോ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇളയതൊക്കെ അവിടെ തന്നെയായിരുന്നു. അപ്പൊ ക്രിസ്മസ് ഒക്കെ ആയത് കൊണ്ടിട്ട് അവിടെ ഘോഷിക്കാന്നും പറഞ്ഞിട്ട് മൂത്ത മോളുടെ ഭർത്താവിന്റെ
അച്ഛനും അമ്മയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വന്നായിരുന്നു. ഇവിടെ ആകുമ്പോ എനിക്ക് 2-3 പശു ഉള്ളത് കൊണ്ടിട്ടേ നല്ല നെയ്യൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ അതൊക്കെ കൊടുത്തു വിടണമെന്നും പറഞ്ഞ് മോള് വിളിച്ചായിരുന്നു. അപ്പൊ അതൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കുഴലപ്പവും അച്ചപ്പവും കുറച്ച് അച്ചാറും ഒക്കെ ഇട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്. അതൊക്കെ ആയിട്ട് അവര് പോയിട്ടുണ്ട്. അവളെ കണ്ടിട്ട് 4.5 കൊല്ലമായി അവളെ കണ്ടിട്ട്. മോൻ ടൗണില് നല്ല അടിപൊളി വീടൊക്കെ വെച്ചല്ലോ. ഞാൻ വരുന്ന വഴിക്ക് കണ്ടായിരുന്നു. അന്നേരം ഇങ്ങനെ ചേട്ടൻ പറയുകയും ചെയ്തു, ഈ പ്രദേശത്ത് ഏറ്റവും നല്ല വീടാ നിന്റെ മോന്റെ വീടാന്നൊക്കെ പറഞ്ഞു. നീ അവിടെയാ താമസിക്കുന്നതെന്നാ ഞാൻ വിചാരിച്ചത്. പിന്നെ ഇവിടെ വന്നപ്പോഴാ ചേച്ചിയാ പറഞ്ഞ നീ ഇവിടെ ഉണ്ടെന്ന്. നല്ല വീടാ. അവന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഒത്തിരി സന്തോഷമായേനെ. മക്കളുടെ 3 പേരുടെയും കല്യാണം കാണാൻ നിൽക്കുന്നതിന് മുമ്പ് അവരുടെ അച്ഛനങ്ങ് പോയില്ലേ. കുഞ്ഞുമോളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടപ്പെടേണ്ടി വന്നു മോനെ. ഞാൻ ആ സമയത്ത് 5 വീട്ടില് പണിക്ക് പോകുന്നുണ്ടായിരുന്നു. ഇവിടെ പശു ആടും അവരുടെ കാര്യമൊക്കെ നോക്കി വീട്ടിലെ പണിയൊക്കെ ആയിട്ട് അങ്ങനെ എങ്ങനെയാ പഠിപ്പിച്ചതെന്ന് എനിക്കിപ്പോ ഓർക്കുമ്പോ. നാളെ ഇപ്പൊ ക്രിസ്മസ് അല്ലേ, നീ മോന്റെ അടുത്തോട്ട് പോകുമായിരിക്കും അല്ലേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ നീ ഇവിടെ ഒറ്റയ്ക്ക് ആവൂലേ? ഇത്ര അടുത്ത് മോനൊരു ടൗണില് ഒരു വീടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പോയിട്ട് ആഘോഷിക്കുന്നതല്ലേ നല്ലത്. ഞാൻ ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ. ഇവിടെ ചേട്ടന്റെ ഓർമ്മകളുണ്ട്, അത് മതി. പിന്നെ അവൻ പറഞ്ഞായിരുന്നു അങ്ങോട്ട് ചെല്ലണ്ടെന്ന്. അവന്റെ ഭാര്യയ്ക്ക് നമ്മളെ ഒന്നും പിടിക്കൂല. അത് പിന്നെ ആ അങ്ങനെ വളർന്നൊരു കൊച്ചാ. അത്രയും വലിയ വീട്ടിലൊക്കെ ജനിച്ചു വളർന്നൊരു കൊച്ചല്ലേ. നമ്മുടെ ഈ സംസ്കാരമായിട്ടൊന്നും ആ കൊച്ച് യോജിച്ചു പോയില്ല. പിന്നെ ആ കൊച്ചിന്റെ പിന്നെ മമ്മിയും പപ്പയും ഒക്കെ വരുന്നുണ്ടെന്നാ പറഞ്ഞ്. അന്നേരം ഞാൻ ചെല്ലുന്നത് മോക്ക് അത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് അമ്മ വരണ്ടാന്ന് മോൻ വിളിച്ചു പറഞ്ഞായിരുന്നു. നീ എങ്ങനെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല വിമലെ. അതൊന്നും സാരമില്ല. എനിക്ക് എന്റെ 3 മക്കളും പഠിച്ച് വലിയ നിലയിലാകണം എന്നായിരുന്നു ആഗ്രഹം. അതെന്തായാലും സാധിച്ചില്ലേ. ഇനിയിപ്പൊ എന്റെ കാര്യമല്ലേ, അതൊന്നും സാരമില്ല. എങ്ങനെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ചു പോവാം. ആരോഗ്യമുള്ളിടത്തോളം കാലം പശുവിനെയൊക്കെ വളർത്തി. ഇപ്പൊ 2 പശുവേ ഉള്ളൂ. അത്രേ നോക്കാൻ പറ്റുന്നുള്ളൂ. കയ്യിന്റെ കുഴയ്ക്കൊക്കെ ഭയങ്കര വേദനയാണ്. 2 പേരെ തന്നെ നോക്കാൻ പറ്റുന്നില്ല. പിന്നെ അങ്ങനെ അങ്ങ് പോകുന്നു. മക്കളില്ലാത്തത് നന്നായെന്ന് എനിക്കിപ്പോ തോന്നുക. മക്കളില്ലാത്തതിന്റെ പേരിൽ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഞാൻ. ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. നിന്നെ പോലെ ഇങ്ങനെ ഒരു പക്ഷെ ഇതുപോലെ ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റിയെന്ന് വരൂല. ഞാൻ ഇറങ്ങട്ടെടി.